തിരുവോണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ. ഓണത്തെ വരവേൽക്കുന്ന മലയാളിയുടെ പരമ്പരാഗത രീതികൾക്ക് മാറ്റുകൂട്ടുന്ന രീതിയിലാണ് ഇത്തവണത്തെയും ക്ഷേത്ര ചടങ്ങുകൾ. തിരുവോണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. തിരുവോണ ദിനമായ ഇന്ന് സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കുമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നടയടയ്ക്കും. തിരുവോണ ദിവസമായ ഇന്ന് ഗുരുവായൂരിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ തന്നെ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ടും ഇന്നുണ്ട്. ഉത്രാട ദിവസമായി ഇന്നലെ കാഴ്ചക്കുല സമർപ്പണം നടന്നിരുന്നു. അതേസമയം മറ്റന്നാൾ വരെ ക്ഷേത്രത്തിൽ VIP ദർശനവും സ്പെഷ്യൽ ദർശനവും ഉണ്ടായിരിക്കില്ല. തിരുവോണ ദിനത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ പത്മനാഭസ്വാമിക്ക് തിരുവോണവില്ല് സമർപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനു ചുറ്റും കനത്ത സുരക്ഷയും ട്രാഫിക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവോണത്തിന്റെ ഐതിഹ്യമുറങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തൃക്കാക്കരയപ്പന്റെ അനുഗ്രഹം തേടി തിരുവോണനാളിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നത്. രാവിലെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ നടന്നിരുന്നു. തുടർന്ന് 9 ഗജവീരന്മാർ അണിനിരന്നുകൊണ്ട് ഭഗവാന്റെ തിടമ്പേറ്റി എഴുന്നള്ളിപ്പ് നടന്നു. 10,000 പങ്കെടുക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഓണസദ്യയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വാനമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കരയിലേത് എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.